നമസ്കാരം. ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരരുത് എന്ന് നമ്മൾ ചില നേരത്ത് പറയും. അത് തന്നെയാണ് നമുക്കിപ്പോൾ പാകിസ്ഥാനിലോട്ട് നോക്കുമ്പോഴും പറയാൻ തോന്നുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് തീമഴ പെയ്യിച്ചുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയൊക്കെ കണ്ടവരെ പിറ്റേ ദിവസം വന്ന് ചോദിക്കുന്നത് പാകിസ്ഥാൻ ബാക്കിയുണ്ടോ എന്നാണ്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, പാകിസ്ഥാൻ ബാക്കിയുണ്ടോ? പാകിസ്ഥാൻ്റെ കാര്യം പരമ കഷ്ടമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് വലിയ സങ്കടമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭരണാധികാരികളുടെയും സൈനിക മേധാവിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ചിരി തന്നെയാണ് വരുന്നത്. കാരണം വെറുതെ പോയൊരു മനുഷ്യനെ പ്രകോപിപ്പിച്ച് എന്നെ വന്നടിക്കൂ എന്ന് പറഞ്ഞ് അടിമേടിച്ച് അവസാനം പാതാളക്കുഴിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെയാണ്? ആർക്കെങ്കിലും അറിയാമോ? പാകിസ്ഥാൻ ജനതയ്ക്ക് പോലും അറിയത്തില്ല. അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും അറിയത്തില്ല. സൈനിക മേധാവി എവിടെയാണ്? അഴിക്കുള്ളിലായെന്ന് പറയപ്പെടുന്നു. സൈനിക ഉദ്യോഗസ്ഥനെ തെറിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. അസിം മുനീറിന്റെ സകലമാന ചൊറിച്ചിലും മാറിയെന്നാണ് പറയുന്നത്. അസിം മുനീറിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഖുറാൻ ഉൾപ്പെടെ മനപാഠമാക്കിയ ഒരു ഇമാമായ ആദ്യത്തെ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് അസിം മുനീർ. അതുകൊണ്ട് തന്നെ മതാചാര പ്രകാരമുള്ള സൈനിക മേധാവിയായി തന്നെ സൈനിക നീക്കങ്ങൾ തന്നെയായിരുന്നു പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ ISIയുടെ മേധാവിയായിരുന്നു. ഇമ്രാൻഖാൻ ആകട്ടെ കണ്ണെടുത്താ കണ്ടുകൂടാ അസിം മുനീറിനെ. ഇമ്രാൻഖാൻ വന്നപ്പോൾ അസിം മുനീറിനെ മാറ്റുകയാണ് ചെയ്തത്. തിരിച്ച് വീണ്ടും ഷഹബാസ് എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ട് എത്തിച്ചേരാനായി സാധിച്ചത്. പക്ഷേ ഷഹബാസ് ചെയ്ത ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ഒന്ന്, പ്രധാനമന്ത്രിയായത്. രണ്ടാമത് അസിം മുനീറിനെ പിടിച്ചെന്താക്കിയത്, സൈനിക മേധാവിയാക്കിയത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സാമ്പത്തിക അവസ്ഥയിലൂടെയും ഏറ്റവും മോശം അരക്ഷിതാവസ്ഥയിലൂടെയും ഇന്ത്യക്ക് മുന്നിൽ ഏറ്റവും നാണം കെട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഷഹബാസിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഇത്രയധികം നാണം കെട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതിപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ 5000-ഓളം വരുന്ന പോരാളികളാണ് 5 ലക്ഷത്തോളം വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ പിറപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് പരിതാപകരമായ അവസ്ഥയാണെന്നുള്ളത്. കൊറ്റ പിടിച്ചെടുത്തു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയപ്പോൾ. ഞാനിതിൻ്റെ ലൈവ് റിപ്പോർട്ടിംഗ് സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഓരോ നീക്കവും, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓരോ നീക്കവും ലൈവായി തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിൽ ആദ്യം ഏകദേശം ഒരു 8 മണിക്ക് ശേഷമാണ് ഈ പ്രകോപനം ഉണ്ടായത്. പാകിസ്ഥാൻ്റെ 2 ഫൈറ്റർ ജെറ്റുകൾ പറന്നു കയറുന്നു. രണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് F-16 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത ഫൈറ്റർ ജെറ്റാണ് ആദ്യം പറന്നു കയറുന്നത്. തൊട്ട് പിറകെ JF-17 ചൈനീസ് നിർമ്മിത ജെറ്റുകളും പറന്നു വന്നു. ഈ 3 ഫൈറ്റർ ജെറ്റുകളെയും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി തന്നെ വെടിവെച്ചിട്ടു. അതിൽ ഇപ്പോൾ നമ്മൾ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സുദർശന ചക്രമാണ്. അതിർത്തി മേഖലകളെ കാത്തുസൂക്ഷിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ആയുധമായി പറയുന്ന ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ആയുധം, പ്രതിരോധ കവചമായിട്ടുള്ള റഷ്യയിൽ നിന്ന് വാങ്ങിയ, അമേരിക്കയുടെ എതിർപ്പുകളെ ഒക്കെ തന്നെ അവഗണിച്ച് വാങ്ങിയ S-400 ആണ്. 4 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു പ്രഹരശേഷി എന്ന് പറയുന്നത്. അതിർത്തി മേഖലയിൽ ഡ്രോണുകളായിക്കോട്ടെ, ബലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ, ക്രൂയിസ് മിസൈലുകളായിക്കോട്ടെ, പോർമുനകളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെയൊക്കെ തന്നെ ഫലപ്രദമായി വെടിവെച്ചിടാൻ S-400 സാധിക്കുമെന്നുള്ളതാണ്. അതും ഫലപ്രദമായി. എന്തുകൊണ്ട് അമേരിക്ക നേരത്തെ എതിർത്തു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. S-400 ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും പേടിക്കേണ്ട ആയുധം, ഏറ്റവും പ്രഹരശേഷി കൂടിയ ഒരു പ്രതിരോധ സംവിധാനമായി തന്നെയാണ് റഷ്യയുടെ S-400 കുറിച്ച് പറയേണ്ടത്. ഇന്ത്യയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഈ യൂണിറ്റ് റഷ്യയ്ക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ അതിർത്തി മേഖലയിലെ സംഘർഷമൊക്കെ കണക്കാക്കി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് റഷ്യൻ നിർമ്മിത ഈ പോർമുന എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഒരു മിസൈലുകളെ പോലും 50-ലധികം ഡ്രോണുകൾ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു കയറി. 3 സംസ്ഥാനങ്ങളെ, പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ജമ്മുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് വന്നത്. ഒപ്പം ഹരിയാനയും ഏകദേശം 15ഓളം നഗരങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ രജൌരിയിൽ ചാവേർ ആക്രമണം നടന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ സമയമാണ്. 8 മണി മുതൽ 9-9:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. 1.5-2 മണിക്കൂറിനിടയിലുള്ള സംഭവങ്ങൾ. ഒപ്പം അതിർത്തി മേഖലയിൽ നിന്നും നുഴഞ്ഞുകയറ്റം നടത്തുന്നു. ജെയ്ഷെ ഭീകരരും അതുപോലെ തന്നെ ലഷ്കർ ഭീകരരും മറുഭാഗത്തു നിന്നും ഇൻഫിൽട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഷെല്ലാക്രമണം മറുഭാഗത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 പാടം വളഞ്ഞുകൊണ്ട് ഇന്ത്യയെ വീർപ്പൂട്ടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ BSFന് പൂർണ്ണ അധികാരം കൊടുത്തത് പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല. കാരണം അതിർത്തി ലംഘിച്ചുകൊണ്ട് ആര് വന്നാലും വെടിവെച്ചിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയൊന്നുമല്ല, മുന്നറിയിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ജീവനോടെ പിടികൂടും, കീഴ്പ്പെടുത്തും, ഇതാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വരുന്ന അതിർത്തി കടന്ന് വരുന്നവരുടെ കയ്യിൽ ആയുധമുണ്ട്, ഇന്ത്യൻ പട്ടാളക്കാർ അങ്ങനെ അവരുടെ തോക്കിനിരയാവേണ്ടതില്ല എന്നുള്ള കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക മേധാവിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ നിരവധി ആളുകളുടെ ശവശരീരമാണ് ഇപ്പോൾ അതിർത്തി മേഖലയിൽ കുന്നുകൂടി കിടക്കുന്നതായിട്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ കുറച്ചുപേരുടെ ജീവൻ നഷ്ടമായതായിട്ടുള്ള ഏറ്റവും ഷെല്ലാക്രമണത്തിലൂടെ, അതും ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ഏറ്റവും നാണം കെട്ട രീതിയിലുള്ള ആക്രമണത്തിലൂടെയാണ് കൊല്ലപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ കൊല്ലുന്നതല്ല അത്ര വലിയ വീരവാദം. ധൈര്യമുണ്ടെങ്കിൽ സൈന്യത്തിന് നേർക്ക് ഇന്നലെ നടന്നത് കൃത്യമായി പറയുന്നത് യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നു. അതിനെ ഇന്ത്യയും സൈനികപരമായി തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, നേരിട്ടിരിക്കുന്നു. ഇന്നലെ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗമാണോ എന്ന് ചോദിച്ചു. സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗമല്ല. സിന്ദൂർ എന്ന് പറയുന്നത് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കമോ ഒന്നും തന്നെയല്ല. സിന്ദൂർ എന്ന് പറയുന്നത് പഹൽഗാമിൽ സംഭവിച്ചതിനുള്ള പ്രത്യാക്രമണം മറുപടി എന്നുള്ളത് മാത്രമാണ്. സിന്ദൂരം വായിച്ച പെങ്ങന്മാർക്കുള്ള അമ്മമാർക്കുള്ള ഒരു സഹോദരൻ എന്ന നിലയിൽ നൽകിയ മറുപടി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. സിന്ദൂർ അവിടെ കഴിഞ്ഞു. സിന്ദൂറിൻ്റെ അടുത്ത ഫേസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഒരു യുദ്ധസമാനമായ സാഹചര്യം എന്ന് പറഞ്ഞു. യുദ്ധസമാനമല്ല, ഇന്നലെ 8 മണിയോടുകൂടി ആ ഒരു നിയന്ത്രണ രേഖയൊക്കെ തന്നെ ഇന്ത്യ വിട്ടു കഴിഞ്ഞു. കാരണം യുദ്ധം തുടങ്ങി, യുദ്ധം പൊട്ടി പുറപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു പ്രകോപനവും ഇല്ലാതെ ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് നേരെയാണ് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത്. അങ്ങനെ വരുമ്പോൾ അതൊരു യുദ്ധമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാൻ പൗരന്മാരെ ലക്ഷ്യം വെച്ചിട്ടില്ല, പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചിട്ടില്ല, പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അതിന് തിരിച്ചടിക്കേണ്ടത് ഭീകരരാണ്. ഭീകരർക്ക് വേണ്ടി അവർക്ക് കുടപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഇന്നലത്തെ നീക്കം ഫലപ്രദമായി തന്നെ ചേർത്തു. 50ഓളം ഡ്രോണുകൾ, 8ഓളം മിസൈലുകൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ മേഖലയിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെയൊക്കെ ഫലപ്രദമായി വെടിവെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള രോദനം ഇതിനോടകം തന്നെ കേൾക്കുന്നു. ഇന്നലെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ തുറന്ന് സമ്മതിച്ചാണ് തങ്ങളുടെ വിമാനം എന്ത് ചെയ്തു, വെടിവെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീരിൽ വെച്ച് പാകിസ്ഥാൻ പൈലറ്റുമാരെ 2 പേരെ ജീവനോടെ പിടികൂടാനായി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഫൈറ്റർ ജെറ്റ് തകരുന്നതിന് തൊട്ട് മുൻപായി വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് പറന്നു പോകും. ശേഷം ലാൻഡ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്, പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെ വ്യാപകമായി ഇന്ത്യൻ പതാകയ്ക്ക് മുന്നിൽ നിന്ന് പാകിസ്ഥാൻ സൈനികർ ചായ കുടിക്കുന്ന ഒരു ചിത്രം വൈറലായി പ്രചരിക്കുന്നുണ്ട്. നേരത്തെ UK കോൺസുലേറ്റിന് മുന്നിൽ സിന്ധു നദീ ജല ഉടമ്പടി മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യയെ കളിയാക്കാൻ വേണ്ടി പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ കാണിച്ച ഒരു വിഷയമായിരുന്നു. അഭിനന്ദൻ വർദ്ധമാൻ ചായ കുടിക്കുന്ന ചായ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ആ ഒരു അതിന് തിരിച്ചവിടെ നിന്ന് മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വെള്ളം വേണോ എന്ന് തിരിച്ചു വെള്ളം വേണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല, ഇനി വേണമെന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപനം തുടങ്ങിയാൽ ഇന്ത്യ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ഇന്ത്യക്കകത്തു നിന്നും, പ്രത്യേകിച്ച് കേരളത്തിനകത്തു നിന്നും പലരും ഇതിനെതിരായിട്ടുള്ള, അതായത് യുദ്ധത്തിനെതിരായിട്ടും കേന്ദ്ര നീക്കത്തിനും സൈനിക നീക്കത്തിനും എതിരായിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. പലരും അത് നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരൊക്കെ തന്നെ സമാധാന പ്രേമികളാണെങ്കിൽ അവരുടെ കർമ്മമേഖലകളിലും ഈ സമാധാനം പുലരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു തർക്ക വിഷയത്തിലേക്ക് കൊണ്ടുപോകാനായി താല്പര്യമില്ല. പ്രത്യേകിച്ച് ദേശീയതയാണ് ഏറ്റവും വലുത്. ദേശവുമായി ബന്ധപ്പെട്ട, രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തിനും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പഴയൊരു തമാശ കൂടി ഓർമ്മ വരികയാണ്. അതായത് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഏറ്റവും അധികം പേടിച്ചോടിയ ഒരു കാഴ്ചയാണല്ലോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു, ഏതോ ബങ്കറിനുള്ളിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയും കിട്ടുന്നില്ല. നിലവിൽ ഇന്ത്യയിൽ ഇന്നലെ IPL മത്സരം നടക്കുകയായിരുന്നു. കാര്യം ഒരു ഭാഗത്ത് IPL നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നായിരുന്നു, ഒരു 9 മണിക്ക് ശേഷമായിരുന്നു, 9:30 IPL മത്സരം പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തു. 10 ഓവർ കഴിഞ്ഞപ്പോൾ കളി നിർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൾ ഓഫ് ചെയ്തിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ പറഞ്ഞു സ്റ്റേഡിയം വിട്ടു പോകണം, ലൈറ്റ് എല്ലാം തന്നെ ഓഫ് ചെയ്യണം. ധരംശാലയിലായിരുന്നു മത്സരം. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട്. കാരണം ഇത്രയധികം ലൈറ്റ് കിടക്കുമ്പോൾ, ഇത്രയും വെളിച്ചം കിടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പോർമുനകൾക്ക് വളരെ എളുപ്പമായിരിക്കും, മിസൈലുകൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മിസൈലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. തെർമൽ ഇമേജിംഗ് സെൻസറുകൾ വെച്ച് വർക്ക് ചെയ്യുന്ന മിസൈലുകളുണ്ട്. അതായത് ഒരു മേഖലയിൽ അവിടെ വെട്ടമുണ്ട്, വെളിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അത് സെൻസ് ചെയ്ത് അതിലേക്ക് പോകാനായി സാധിക്കും. ഇനിയിപ്പോൾ ഏത് രീതിയിൽ മിസൈൽ വർഷിച്ചാലും ഏത് ഡയറക്ഷനിലാണെങ്കിൽ പോലും കൃത്യമായി ഇതിലേക്ക് തന്നെ എത്തിച്ചേരാനായി സാധിക്കും. അതുകൊണ്ടാണ് ഇന്നലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിനായി ആദ്യം ഇന്ത്യ ആഹ്വാനം ചെയ്തത്. എന്നാൽ കുറച്ചു നേരം ഇന്ത്യക്കകത്ത് വെളിച്ചം വന്നപ്പോഴും പാകിസ്ഥാൻ കൂരാക്കൂരിട്ടില്ലായിരുന്നു. കാരണം പാകിസ്ഥാനിൽ പിന്നെ ഇസ്ലാമാബാദ് ആയിക്കോട്ടെ, ലാഹോർ ആയിക്കോട്ടെ, കറാച്ചി ആയിക്കോട്ടെ, എല്ലായിടത്തും ഇന്ത്യ കയറി അടിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കയറി മേയുകയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ. ഡ്രോണുകൾ, മിസൈലുകൾ, ഇതൊക്കെ തന്നെ പോർമുനകളൊക്കെ തന്നെ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ഒരു മിസൈലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്.
ചൈനയിൽ നിന്ന് വരുത്തിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ സമയം ഉറങ്ങുകയായിരുന്നു. ഇതൊന്നും തന്നെ പ്രവർത്തിച്ച് കണ്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാനെ ചതിക്കുന്നത്. ഇതുവരെ തുണച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. ഇന്ത്യയുടെ പോർമുനകളെ വെടിവെച്ചിടാനോ ഇന്ത്യൻ മിസൈലുകളെ പ്രതിരോധിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ മറുഭാഗത്ത് നാവികസേന INS വിക്രാന്ത് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ എങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു? കറാച്ചിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയ ഫീഡ് എന്ന് പറയുമ്പോൾ കറാച്ചി തുറമുഖത്തെ ചുട്ടരിച്ചു എന്നാണ് പറയുന്നത്. തുടർച്ചയായി മിസൈൽ വർഷം നടത്തി തുറമുഖ മേഖലയൊക്കെ തന്നെ തകർത്തു എന്ന് പറയുന്നുണ്ട്. കറാച്ചിയെ സംബന്ധിച്ച് നോക്കിയാൽ അവരുടെ രാജ്യത്തെ തന്നെ ഏകദേശം 60% ചരക്ക് നീക്കം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമെന്നറിയപ്പെടുന്നത് കറാച്ചിയാണ്. ലാഹോർ എന്ന് പറയുന്ന അവരുടെ ഒരു ജീവനാഡിയായിട്ടുള്ള കേന്ദ്രമാണ്. ലാഹോർ തകർന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നതാണ് ശരി. ഇസ്ലാമാബാദ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സൈനികാസ്ഥാനവും ISIയുടെ ആസ്ഥാനവും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ഉള്ള ഒരു മേഖല. അപ്പോൾ ഈ 3 നഗരങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാൽ പാകിസ്ഥാൻ നിർജ്ജീവമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ത്യ മറ്റെങ്ങും നോക്കിയിട്ടില്ല. ഈ 3 സ്ഥലങ്ങൾ തന്നെയാണ് ഇന്നലെ ആക്രമണം നടത്തിയത്. പക്ഷേ കറാച്ചിയിലേത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നാവികസേന ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അതെ, കാരണം അന്ന് നടത്തിയപ്പോൾ അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ പിന്നീടുമ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയതിന്റെ ബ്രീഫിംഗ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് മേധാവിമാരായിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് ഒരു ബ്രീഫിംഗ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കാൻ, പക്ഷേ അറ്റാക്ക് നടന്നിട്ടുണ്ട്. ആർമിയുടെ ഒക്കെ ട്വിറ്റർ അക്കൗണ്ടിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എവിടെയാണ് ലക്ഷ്യസ്ഥാനം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ബ്രീഫിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനു മുമ്പ് കറാച്ചിയിൽ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള സൂചന നമുക്ക് കിട്ടിയത് 1971 നമുക്കറിയാം. അന്ന് ഇന്ത്യൻ പോർമുന INS കപ്പൽ നേരെ കറാച്ചി തുറമുഖത്തെത്തിയപ്പോൾ അന്ന് സംഭവിച്ചത് പുതിയൊരു രാജ്യം രൂപപ്പെടുകയായിരുന്നു. അതായത് പാകിസ്ഥാനിലെത്തി അന്ന് മിസൈൽ വർഷിച്ചതിന് ശേഷം, പാകിസ്ഥാനെ കത്തിച്ചതിന് ശേഷം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ പുതു രാജ്യത്തിൻ്റെ പിറവിയാണ് ഉണ്ടായത്. ഇനി അങ്ങനെ ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു പുതിയ രാജ്യം ഉണ്ടാകുമെന്നാണ് ഏവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ പറയുന്നത്. അതിന് ശരിവെക്കുന്ന ചില സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ക്വറ്റ പിടിച്ചെടുത്തു എന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുമ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടാകും, പുതുതായി ഉണ്ടാകുമെന്നും ബാക്കി വരുന്ന പാകിസ്ഥാൻ്റെ പകുതിയിലധികം വരുന്ന മേഖല ആണ് ഈ പറയുന്ന ബലൂച്ച് എന്ന് പറയുന്ന ഇവരുടെ വേണ്ട സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മേഖല. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പാകിസ്ഥാൻ രൂപപ്പെട്ട സമയം മുതൽ തന്നെ ഇന്ത്യയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രവിശ്യ കൂടിയായിരുന്നു. പക്ഷേ അതിനെ അടിച്ചമർത്താനാണ് ജിന്ന അന്ന് മുതൽ ഇന്ന് വരെയും ജിന്നയുടെ പിൻതലമുറക്കാരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള അനുവാദം കൊടുത്തെങ്കിലും സൈനിക നീക്കത്തിലൂടെ അതെന്ത് ചെയ്തു? സർക്കാർ അനുവാദം കൊടുത്താലും സൈനികർ സമ്മതിക്കില്ല. സൈനിക നീക്കത്തിലൂടെ അതിനെ കീഴ്പ്പെടുത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഇന്നുവരെയും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് ബലൂജികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പതിറ്റാണ്ടുകളായി യുദ്ധമുഖത്താണ്. അതുകൊണ്ട് ഞാനൊരു പോസ്റ്റ് കണ്ടു, ബലൂജുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു പോസ്റ്റാണ് കണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ വാറെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യാറുമില്ല. കാരണം ഞങ്ങൾ പതിറ്റാണ്ടുകളായി യുദ്ധത്തിലാണ്. ആരുമായിട്ടാണ്? പാകിസ്ഥാനുമായിട്ടാണ്. ഓരോ വർഷവും ഞങ്ങളുടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കാണാതെ പോകുന്നുണ്ട്. അവരെയൊക്കെ തന്നെ കൊന്നൊടുക്കുകയാണ്. ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു വീഴുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതെന്തല്ല, ഒരു പുതിയ വാർത്തയല്ല. ഞങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പാകിസ്ഥാൻ എന്താകണം, തറ പറ്റണമെന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ, നേരത്തെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, POK എന്നൊരു സംഭവം ഇനി ഇല്ലാതാകും, അത് മുഴുവൻ കശ്മീരിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പുറ സൈഡിൽ താലിബാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ നിരവധി മേഖല അഫ്ഗാനിസ്ഥാനിലേക്ക് ചേർക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുമെന്ന് പറഞ്ഞിരുന്നു. പഷ്തുൻ മേഖല സെപ്പറേറ്റ് ഒരു പ്രൊവിൻസായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയുമായി കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലോ ഒക്കെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പുറത്ത് പഞ്ചാബിൻ്റെ ഇപ്പുറത്തായി സിന്ധ് പ്രൊവിൻസ്, അതും ഒരു പക്ഷേ ഇന്ത്യയുമായി ചേർന്ന് വരാനോ ഒരു പ്രത്യേക UT ആയി മാറാനോ ഒക്കെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ നിന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാകാൻ ഇനി അധികം സമയം വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. അടുത്തത് ഇനി എന്ത് എന്നൊരു ചോദ്യം കൂടെയുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യയും തുടർച്ചയായിട്ട് അറ്റാക്ക് നടത്തുമ്പോൾ എന്തായാലും ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തിട്ടല്ല, പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാൻ അല്പമെങ്കിലും ഒരു തെയ്യെങ്കിലും അവിടെ ബാക്കി ഉണ്ടാവണമെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇടപെടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ശ്രദ്ധേയമായി പറയേണ്ട ഒരു വിഷയം, ഈ ഒരു ആക്രമണം നടന്നപ്പോൾ ഇന്ത്യ കൃത്യമായി തന്നെ ലോകരാജ്യങ്ങളെ ഈ വിവരം ധരിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യ ചെയ്യുന്നത്, എന്തിന് ഇന്ത്യ ഇത് ചെയ്യുന്നു എന്നുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് തുർക്കിയാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടേ ഉള്ളൂ എർദോഗൻ്റെ ഒരു പ്രസ്താവന.
എർദോഗൻ പറഞ്ഞ ഇങ്ങനെയാണ്: പാകിസ്ഥാനിൽ മരിച്ചു വീണ സാധാരണ ജനങ്ങളെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഖേദിക്കുന്നു, വിഷമിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇന്ത്യയിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ പോയതിൽ ഒരു ഖേദവും ആർക്കില്ല, എർദോഗനില്ല. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിനെ ഇന്ത്യ കൃത്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. ഒരിക്കലും തുർക്കി ഇന്ത്യക്ക് നേർക്ക് നിന്ന് ഒരു പടയൊരുക്കത്തിനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ വിതരണം ചെയ്ത് നമ്മൾ അറിയാതെ കൊടുത്താലായി നേരിട്ടുള്ള ഒരു സപ്ലൈ നടത്താനോ പിന്തുണയ്ക്കാനോ ഒന്നും തന്നെ തുർക്കിക്ക് കഴിയില്ല. തുർക്കിയുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ദുർബലമാണ്. ഇനി പറയേണ്ടത് ചൈനയാണ്. ചൈന ഒരു തരത്തിൽ ഇറങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ, യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ പാകിസ്ഥാൻ ഇനിയിപ്പോൾ എന്തൊക്കെ ആയുധങ്ങൾ കൊടുത്താലും അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്നലത്തെ ഒരു ഉദാഹരണം തന്നെ പറയാം. JF-17 ജെറ്റുകൾ, അത് ചൈനയുടെ അത്യാധുനിക ജെറ്റുകളാണ്. അവരത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ സൈനികർക്ക് കളിപ്പാട്ടം പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അവരിത് ഓടിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിൽ ഇടിച്ചു വീഴ്ത്തുകയും അതുപോലെ തന്നെ പട്ടാളക്കാർ പിടിയിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അവാക് സംവിധാനം, അതായത് മുൻകൂട്ടി മിസൈലുകളെ തിരിച്ചറിയുന്ന വിമാന സംവിധാനമാണ്, അതൊക്കെ തന്നെ തകർന്നിരിക്കുന്നു. അതുപോലെ റഡാർ സംവിധാനം, ഇതൊക്കെ തകർന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രാഷ്ട്രത്തിന് ഇനി എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? കുരങ്ങൻ്റെ ഈ പൂമാല കിട്ടുന്ന പോലെയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ഈ ആറ്റം ബോംബ് കിട്ടിയാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ന്യൂക്ലിയർ വെപ്പണുണ്ട്, ന്യൂക്ലിയർ വെപ്പൺ വെച്ച് ഇന്ത്യയെ അങ്ങ് തീർത്ത് കളയുമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ അവിടെ ന്യൂക്ലിയർ വെപ്പണെന്ന് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് അതിനുള്ള വിവരം കിട്ടും. അതിനുള്ള ഇന്റൽ സംവിധാനം നമുക്കുണ്ട്. ആ ഇന്ത്യൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ സാധനം ഒന്ന് വിക്ഷേപിച്ചാൽ മാത്രം മതി, തകർത്തളയാൻ ഇന്ത്യക്ക് സാധിക്കും. നിലം തൊടാതെ തീർക്കാൻ പറ്റുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിർത്തിയിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആകാശ അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, പ്രളയ മിസൈലുകൾ അടക്കം ഇന്ത്യ വിന്യസിച്ചിരിക്കുകയാണ്. നിലം തൊട്ടാലല്ലേ അത് ഭവിഷ്യത്തുണ്ടാകൂ. ഇന്നലെ വന്നതിൽ ഏതെങ്കിലും ഒരു ഡ്രോണെങ്കിലും നിലം തൊട്ടോ? അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും നിലത്ത് പതിക്കാത്ത രീതിയിലാക്കി കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. അപ്പോൾ ഇനി ഒരു തരത്തിലും പാകിസ്ഥാന് പിടിച്ചിരിക്കാൻ കഴിയില്ല. അമേരിക്ക ഈ സംഭവം നടന്ന സമയത്ത് ഇതൊക്കെ തന്നെ വീക്ഷിക്കുന്നുവെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായി ഇന്നലെ തന്നെ ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കോ റൂബിയോ എന്ത് ചെയ്തു? തൊട്ടുപിറകെ ഷഹബാസ് ഷെരീഫിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യരുത്, ഇവിടെ വെച്ച് എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം, ഇതുമായി ഇനി മുന്നോട്ട് പോകരുതെന്ന് കർശനമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. അത് താക്കീത് കൊടുത്തത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ ഇന്ത്യയുടെ അടുത്ത് നോ എന്ന് പറയാൻ പോകില്ല, ഇന്ത്യക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചെയ്തേക്കാം, അതിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നം അവസാനിച്ചത്. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ യുദ്ധം നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം കാണില്ലായിരിക്കും. അവിടെ ഇന്ത്യയുടെ പട്ടാള ഭരണമായിരിക്കും ഒരുപക്ഷെ കാണേണ്ടി വരുന്നത്. പാകിസ്ഥാൻ്റെ 6 ലക്ഷം സൈനികരും ഇന്ത്യൻ ജയിലുകളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുനിച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞതാണ് കാര്യം അദ്ദേഹം ഇവിടെ ഉള്ളപ്പോഴാണ് ആ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാനെതിരെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ ഇടപെടാനും പോകുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചോ, ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, $1.3 ബില്യൺ വായ്പ ആവശ്യപ്പെട്ടുകൊണ്ട് IMFന്റെ പടിവാതിൽക്ക് പോയി ഭിക്ഷയാചിക്കുകയാണ് പാകിസ്ഥാൻ. ഈ ആക്രമണം നടത്തി തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പാകിസ്ഥാൻ്റെ എക്സ് ഹാൻഡിൽ വന്നൊരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാര്യം ശത്രു രാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടായി പാകിസ്ഥാൻ തകർന്നിരിക്കുകയാണ്. ആരാണ് ശത്രുരാജ്യം? നമ്മളാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചതാണ്. നമ്മൾ ആക്രമിച്ചപ്പോൾ അവർ തകർന്ന് തരിപ്പണമായിരിക്കുക. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി എന്ത് വേണം? പണം വേണം. അത് വായ്പയായി തന്ന് സഹായിക്കണം. ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനെ ശക്തമായി തടുക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചത്. ഒരു തരത്തിൽ ഒരു നയാ പൈസ പോലും അന്താരാഷ്ട്ര ഏജൻസികൾ ഇനി പാകിസ്ഥാന് കൊടുക്കരുത്. ആ പൈസ മുഴുവൻ ഇന്ത്യക്കെതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പണം കൊടുത്താൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. നല്ലൊരു കാര്യത്തിന് കാശ് കൊടുക്കുന്നവർ പോലും എന്ത് ചെയ്യത്തില്ല, ഇനി കാശ് കൊടുക്കില്ല എന്ന് സാരം. അതുപോലെ ചൈനയുടെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ, ചൈന എന്തുകൊണ്ട് ഇനി ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ചൈനയ്ക്ക് കോടാനുകോടി ഡോളറാണ് കൊടുക്കാനായിട്ടുള്ളത്. ഇതൊന്നും കൊടുക്കാനുള്ള അവസ്ഥ പാകിസ്ഥാൻ ഇപ്പോഴും ഇല്ല. ഇനിയൊരു 10 വർഷം കഴിഞ്ഞാലോ 100 വർഷം കഴിഞ്ഞാലോ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പോക്കാണെങ്കിൽ. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പണം മുഴുവൻ എഴുതി തള്ളേണ്ടി വരും. ചൈനീസ് പൗരന്മാർ ഒട്ടനവധി ആളുകൾ പാകിസ്ഥാനിലുണ്ട്. ചൈനീസ് എഞ്ചിനീയർമാരും അതുപോലെ മറ്റ് കൺസ്ട്രക്ഷനും അതുപോലെ പല കെട്ടിടം നടത്തിപ്പും ഒക്കെയായി ബന്ധപ്പെട്ട് ഇവരൊക്കെ തന്നെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് കൊളാട്രൽ വിഷയമായി മാത്രമേ, ഇഞ്ചുറിയായി മാത്രമേ ഇതിനെ നോക്കി കാണത്തുള്ളൂ.
അതുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യയുമായി നേർക്കൊരു യുദ്ധത്തിനോ ഇന്ത്യയോട് കോർക്കാനോ ഉള്ള ഒരു സാഹചര്യമോ സമയമോ അതിനുള്ള താല്പര്യമോ ഇപ്പോൾ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈനയും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനപരമായി നമുക്കുണ്ട് ഇപ്പുറത്ത് അതിർത്തി പ്രശ്നം, അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ചു പോകാനേ ആഗ്രഹിക്കുന്നുള്ളൂ. അമേരിക്ക ഇങ്ങനെ ഒരു നിലപാട് കൂടി സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇനിയുള്ള 4 വർഷക്കാലം ഒരു തരത്തിലും ചൈന ഇന്ത്യക്കെതിരെ തിരിയില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാനായി കഴിയുന്ന ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ പരമ കഷ്ടമാണ്, അതിദയനീയമാണ്. ആരും തന്നെ ഇല്ല, എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി ഒരു ആക്രമണമോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മിസൈൽ മാത്രം മതി, പാകിസ്ഥാനെ പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ക്ഷണിച്ചു വരുത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പുള്ള 99-ലെ കാണ്ഡഹാർ യുദ്ധസമയത്തുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു വിഷയം വരുന്നത്. അന്ന് ഏറ്റവും അധികം ചർച്ചയായ ഷെഹബാസ് ഷെരീഫിൻ്റെ ജ്യേഷ്ഠനായിരുന്നു അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. നവാസ് ഷെരീഫ് എന്ന് പറയുമ്പോൾ ബോളിവുഡ് സിനിമകളുടെ ഒരു വലിയ ആരാധകനാണ്. ഒട്ടനവധി ബോളിവുഡ് സിനിമകൾ കാണും. അപ്പോൾ അതിൽ നവാസ് ഷെരീഫിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോളിവുഡ് നായിക രവീണ ടണ്ടനാണ്. അപ്പോൾ അന്ന് ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം, ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, ആ മൃതദേഹം വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ത്യ ഒരു നീക്കം നടത്തിയപ്പോൾ പരിഹാസ രൂപേണ പാകിസ്ഥാൻ അന്ന് പറഞ്ഞത്, രവീണ ടണ്ടനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ബോഡി വീണ്ടെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയാണ് പറഞ്ഞത്. മാധുരി ദീക്ഷിത്തിനെയും ആരെയും തരണം, രവീണ ടണ്ടനെയും തരണം, അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഇന്ത്യയെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ തന്നെ ഒരു അഭിമുഖത്തിലൂടെ നവാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്, രവീണ ടണ്ടനെയാണെന്ന് പറഞ്ഞു. ശരി, തരാം എന്ന് ആര് പറഞ്ഞു? ഇന്ത്യൻ ആർമി പറഞ്ഞു. ഇന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എവർക്കും കാണാൻ സാധിക്കും, ഈ യുദ്ധസമയത്ത് ഇന്ത്യ അയച്ചൊരു മിസൈൽ ഉണ്ടായിരുന്നു. ഈ മിസൈൽ ഇന്ത്യൻ എയർഫോഴ്സ് MiG-27 കയറ്റി വിട്ടത്. അതിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു, ഒരു ലവ് വരച്ചിട്ട് നടുക്കായി എഴുതിയിരിക്കുന്നു, ഫ്രം രവീണ ടണ്ടൻ ടു നവാസ് ഷെരീഫ് എന്ന് പറഞ്ഞാൽ മിസൈൽ കയറ്റി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലാണ് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുള്ളത്. ആ മറുപടിയിൽ നിന്നും തന്നെ കരകയറാനായി സാധിച്ചില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുൻപാണ് ഒരു സൈനികൻ്റെ ജീവൻ വെച്ച് പാകിസ്ഥാൻ വിലപേശിയപ്പോഴാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ പല ആഗ്രഹങ്ങളും പല ഇഷ്ടങ്ങളും ഒക്കെ പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. കൃത്യമായി തന്നെ മറുപടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.